ഏതെങ്കിലും ഒരു 3 മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴും മനസ്സിലുള്ള ഏതെങ്കിലും ഒരു 3 മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഏത് മാച്ചുകളെ കുറിച്ചായിരിക്കും പറയാം? അത് പറയുകയാണെങ്കിൽ എപ്പോഴും സ്പെഷ്യൽ ആയിട്ട് ഇപ്പം യു എയിൽ നിൽക്കുന്ന ആളാണല്ലോ ഞാൻ. അപ്പം യു എ കണക്ട് ചെയ്ത് പറയുമ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ സാൻഡ്സ്റ്റോം ഇന്നിങ്സ് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളിച്ച അതെപ്പോഴും അതൊരു സ്പെഷ്യൽ മെമ്മറിയാണ് ഓരോ ക്രിക്കറ്റ് ലവർക്കും. കാരണം ഒരു കാസ്പറോവിക്സിനൊക്കെ അടിച്ച് ആക്കിയതൊക്കെ ആ ഒരു മൊമെന്റം തിരിച്ചു വന്നിട്ട് പിന്നെ അത് സ്പെഷ്യൽ എല്ലാരും മൈൻഡിൽ ഫ്രഷ് ആയി നിൽക്കുന്ന മെമ്മറീസ് ആണ്. ഇന്ത്യക്ക് വേണ്ടി ആ സച്ചിന്റെ ഒരു ഇന്നിങ്സ് ഉണ്ടല്ലോ, 2 സെഞ്ചുറികൾ അല്ലേ, പിന്നെ സെമി ഫൈനലാണ് സ്പെഷ്യൽ, അത് എല്ലാരും മൈൻഡിലുണ്ടാവും. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നി വിരാട് കോഹ്ലി ഒരു 183 അടിച്ചിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. സ്പെഷ്യൽ ഇന്നിങ്സ് സ്പെഷ്യൽ പിന്നുള്ളത് നിങ്ങളുടെ തന്നെ സെഞ്ചുറി. ഓബിയസ്ലി നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു ചേസിലുള്ള 100. ഓക്കെ. അപ്പൊ ഏതായാലും ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതിലും ഇങ്ങനെ പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ ഒരുപാട് താങ്ക് യു ഫോർ ഹാവിംഗ് മീ ആൻഡ് കീപ് സപ്പോർട്ടിങ്. IPL പിന്നെ ശ്രദ്ധിച്ചിരുന്നു? IPL അതിലെ ഓപ്ഷൻസിൽ പങ്കെടുത്തിരുന്നോ? 2022 വേൾഡ് കപ്പിന് ശേഷം വന്നപ്പം ഓപ്ഷൻ ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 3 ദിവസം അവരുടെ ഹൈ പെർഫോമൻസ് സെന്ററിൽ ഉണ്ടായിരുന്നു. അവരുടെ രാഹുൽ ദ്രാവിഡിന്റെ റൂമിലൊക്കെ 3 ദിവസം താമസിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ് എക്സ്പീരിയൻസ് ടു ബി പാർട്ട് ഓഫ് സച്ച് എ ഗ്രേറ്റ് ഫ്രാഞ്ചൈസി. അവരുടെ ഒരു ദ്രാവിഡിനൊക്കെ പരിചയപ്പെട്ടിരുന്ന സമയത്ത് പിന്നെ പുള്ളി പിന്നെ ജുബിൻ വറൂച്ച അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ശ്രീശാന്ത് അല്ല 2022 പുള്ളി അതിനോട് മുമ്പത്തെ സമയമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. ധ്രുവ് ജൂറയിലൊക്കെ ആ സമയത്ത് അവിടെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. സോ ദ്രാവിഡോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ദ്രാവിഡിനെ പരിചയപ്പെട്ട എക്സ്പീരിയൻസ്? he shared good things because for example അവരുടെ pathway is good. അതായത് ഏതൊരു രാജസ്ഥാൻ റോയൽസ് പ്ലെയറും if it's off season they can come and train there. So closely monitored by the legends like him and all. Amazing. That's why even though they didn't win any championship yet, they always produced a lot of good talents. ഈ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് വൈഭവ്, 14 വയസ്സുള്ള വൈഭവ് സൂര്യവംശി, the wonders he did. ഇത്ര ചെറിയ പ്രായത്തിൽ IPL 100 ഒക്കെ അടിക്കാൻ പറഞ്ഞാല് റിയലി അച്ചീവ്മെന്റ്. സോ അവരുടെ ആ ഒരു പാത്വേ ആണ് ഈ ഒരു റിസൾട്ട്സ് ഒക്കെ ഇങ്ങനത്തെ ടാലന്റഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവരാനുള്ള റീസൺ. മറ്റേ പ്ലേയേഴ്സ് ഒക്കെ ചിലപ്പം റെഡി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ആണല്ലോ കളിപ്പിക്കുന്നത്. ദേ ആർ മേക്കിംഗ് പ്ലേയേഴ്സ് റെഡി. So in that way they are doing a great job. I don't know whether Sanju will be playing this year, but let's see. അതെ, അങ്ങനെ ചില റൂമേഴ്സ് ഒക്കെ ഉണ്ട്. സഞ്ജു ഇപ്രാവശ്യം കളിക്കില്ല, രാഹുൽ ദ്രാവിഡ് അവിടുന്ന് ഇറങ്ങും. അതെ കറക്റ്റ്.